അമ്മയൊന്ന് നിന്നേ. നാളെ ഈ അവിയൽ ചൂടാക്കി തീറ്റിക്കാനാണെങ്കിൽ എനിക്കൊരാളോടൊന്ന് ചോദിക്കണം. ആരോ നിന്റെയൊക്കെ പിന്നിലുണ്ടെന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു. എവിടെ വിളിക്കാലോ? ഇതെന്നെ മുഴുവൻ നനഞ്ഞിരിക്കും. നമ്മളിത് വെള്ളത്തിൽ നിന്ന് കയറി വന്നിട്ട് ഇത് കേരളത്തിലെ ചൂടത്ത് നിന്ന് വെട്ടി വേർക്കുന്നതാ. ഒരെണ്ണം വെട്ടി ഒഴിയോണമല്ലേ? ഒരു മകൻ്റെ ധർമ്മമാണ് സ്വന്തം തന്തയും തള്ളയും നന്നായി നോക്കുക എന്നുള്ളത്. പക്ഷേ ഓണം കഴിഞ്ഞ് ഇത് 7ാം നാൾ. ഇവളുടെ അമ്മായിയമ്മയും എൻ്റെ അമ്മയുമായ നിങ്ങൾ വീണ്ടും ഈ അവിയലെ ചൂടാക്കി കൊണ്ടുവന്ന് ഞങ്ങളെ തീറ്റിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങളുടെ പാവന പരിശുദ്ധമായ 2 വയറും ആ ഭാരതപ്പുഴയുടെ തീരത്ത് പോയി കളങ്കപ്പെട്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് വേഗം ഈ മൺചട്ടിയും അവിയലുമായിട്ട് ഇവിടുന്ന് തിരിച്ചു പോക്കോ. നീ പകപോക്കുകയാണല്ലേടാ? പകപോക്കല്ലേ? ചേമ്പിട്ട് വേവിച്ച് അന്ന് രാത്രി തന്നെ വളിച്ചു പോയ ഈ അവിയലിനോട് പകയല്ല, അറപ്പാണ് എനിക്ക്. ഓണത്തിൻ്റെ അന്ന് വൈകിട്ട് മുതൽ കഴിഞ്ഞ 7 ദിവസം ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെ ഇരുട്ടിലേക്ക് തള്ളിവിട്ട ആ അവിയൽ എനിക്ക് വേണ്ട. എൻ്റെ ഭാര്യ അതിൻ്റെ ബോധ കണ്ടാലറിയാം, എന്നെ പോലും വേണ്ട. കൊണ്ടുപോകും ഇവിടുന്ന്, ചുരുട്ടിക്കൂട്ടി അടിക്കാം. ഞാനിത് കളയാൻ പോകുന്നു. ഈ മൺകുടം ഈ അടുക്കളയുടെ പാതകത്തിനടിയിൽ തന്നെ കാണും. ഇതൊക്കെ ഉണ്ടല്ലോ വെച്ചും വിളമ്പിത്തരാൻ ഒരുത്തി. വർഷങ്ങൾക്ക് ശേഷം ഓണം കഴിഞ്ഞ് 7ാം നാൾ ഫ്രിഡ്ജിൽ നിന്ന് ഈ അവിയലെടുക്കുമ്പോൾ ഞാനും ഉണ്ടാകും നിന്നോടൊപ്പം ഈ മേശപ്പുറത്ത് കഴിക്കാൻ. നീ പോടാ പന്ന ചെറുക്ക. ഞാൻ ഇനി ഒറ്റയ്ക്ക് തിന്നു തീർക്കണമല്ലോ. മോളെ, വേറെന്താണ് ചാച്ചനെ കഴിക്കാനുള്ളത്? ഇഞ്ചിക്കറിയും പച്ചടി ഇരിപ്പുണ്ട്, അതാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടും ഇല്ല. അതല്ലാതെ ഓണത്തിൻ്റെ അല്ലാതെ വേറെന്താണ് കഴിക്കേണ്ടത്? കഴിഞ്ഞ ക്രിസ്മസിന് ആരോ കൊണ്ടുവന്ന് പ്ലം കേക്ക് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, എന്നാൽ അത് എടുത്താൽ ഒരുമതി കോപ്പിലിടപെടും. ഇതിനൊരു അവസാനമില്ല എൻ്റെ കർത്തവ്യം.